ഹായ് ഹലോ. അപ്പോൾ രാവിലെ തന്നെ ദേ കൊഴുവ് നന്നാക്കി കറി വെക്കാൻ നോക്കണം. പിന്നെ ചപ്പാത്തി ചൂടണം. അപ്പം ഞാൻ നേരെ ചപ്പാത്തി ചൂടാൻ നിന്നു. പിന്നെ അതുപോലെ നല്ല നമ്മുടെ അമരപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടാൻ വയ്ക്കാൻ നല്ല അയില ഇരിപ്പുണ്ട്. അപ്പോൾ അയില കറി കൊഴുവ് വറക്കാനും എടുക്കാമല്ലോ വെച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ പുറത്ത് നല്ല തകൃതി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മഴയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ചപ്പാത്തിക്ക് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് ഉരുളക്കിഴങ്ങും സബോളയും നുറുക്കിയിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും ഇഞ്ചിയും ചതച്ചിട്ട് നേരെ വേവിക്കാനിടും. ഒരു 3 വിസിൽ വന്നു കഴിയുമ്പോൾ അതിലോട്ട് നാളികേരം പെരിഞ്ചീരകം അരച്ച് പാലെടുത്ത് നേരെ അതിലോട്ട് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറുമക്കറി റെഡിയാകും കേട്ടോ. അതായത് നമ്മുടെ വെജിറ്റബിൾ കറി. അപ്പം ഞാനിത് പെരിഞ്ചീരകം ഇട്ട പാലും ഒഴിച്ചു, അതുപോലെ തന്നെ മല്ലിയില ഇട്ടു കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും അയില കൂട്ടാനായിട്ടുണ്ട്. അതിൽ നല്ല നാളികേരപ്പാലൊക്കെ വെച്ച് നല്ല അടിപൊളി അയിലക്കറി ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ കൊഴുവ് വറക്കാനിട്ടിട്ടുണ്ട്. നമ്മുടെ അമരപ്പയർ, അതായത് നമ്മുടെ അമരക്കായ കാച്ചിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നേരെ പോയി എൻ്റെ തുണികൾ ഇരിക്കുന്നുണ്ട്. അതേ നല്ല മഴ കാരണം നമുക്ക് തുണികളിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒതുക്കി കണ്ട് ഇടണം തുണി. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നേരെ മോൾക്കുള്ള ചൂടുവെള്ളം ആയിട്ടുണ്ട്. ചൂടുവെള്ളം എടുത്ത് മോളെ കുളിപ്പിക്കണം. എനിക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വെക്കണം, അതായത് നമ്മുടെ ചെറുള ഇട്ടിട്ട്. പിന്നെ അതുപോലെ ചായ കുടിക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്കും കുളിക്കണം. പിന്നത്തെ വീഡിയോ